ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പാഷൻ ഫ്രൂട്ട്. ഇത് ഞങ്ങൾ വല പിടിച്ച് കെട്ടിയാണ് പടർത്തിയിട്ടുള്ളത്. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ തൊട്ടിപ്പുറത്തേക്കുന്ന ഒരു മാവാണ് കേട്ടോ. നമ്മൾ ഈ പാഷൻ ഫ്രൂട്ട് പടർത്താനുള്ള വല മാവിൽ കൂടിയാണ് കെട്ടിയേക്കുന്നത്. അന്നേരം നമ്മൾ ഈ പാഷൻ ഫ്രൂട്ട് പടർത്തിയത് തണലിന് വേണ്ടിയാണ്. നമ്മൾ ഈ പാഷൻ ഫ്രൂട്ട് കിളിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ആദ്യമായിട്ട് ഇത് മോളി വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്പ്രിങ് നമ്മൾ ആ വലയിലേക്ക് തട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് പല ദിശകളിലായിട്ട് ഇങ്ങനെ മാറി മാറി പോകാൻ ചാൻസ് ഉണ്ട്. ദേ കണ്ടില്ലേ, ഈ പാഷൻ ഫ്രൂട്ട് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിച്ചാവുന്നതാണ് കേട്ടോ. ഈ ആദ്യം പിടിച്ച പൂവിൽ നിന്ന് ഈ പാഷൻ ഫ്രൂട്ട് ഉണ്ടായത് പെട്ടെന്ന് എന്തൊക്കെയോ പറ്റി അത് ചുരുങ്ങി കേടായിപ്പോയി. ആദ്യത്തെ പാഷൻ ഫ്രൂട്ട് എല്ലാം പോയി കഴിഞ്ഞ് പിന്നുണ്ടായതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മറ്റുള്ളവർ പറഞ്ഞു പാഷൻ ഫ്രൂട്ടിന് പകരം കോവൽ പടർത്തിക്കൂടെയെന്ന്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൻ്റെ പുറകിൽ ഓൾറെഡി കോവലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വച്ചില്ല. ഇവിടെ ഞങ്ങൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് പാഷൻ ഫ്രൂട്ട് പടർത്തിയത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.